അമൃത TV ഡിജിറ്റൽ മീഡിയ അവാർഡ്സ് 2025 റെഡ് കാർപ്പറ്റിൽ നമ്മൾ നിൽക്കുമ്പോൾ ബെസ്റ്റ് ഇന്റർവ്യൂവർ ഓഫ് 2025 എന്ന കാറ്റഗറിയിലാണ് മനീഷേട്ടന് അവാർഡ് കിട്ടിയിരിക്കുന്നത്. കൺഗ്രാറ്റുലേഷൻസ്. ആദ്യം തന്നെ ഇദ്ദേഹത്തിന് അവാർഡ് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതൊരു വലിയൊരു പ്രശ്നമായി മാറിയാണ്. കാരണം താങ്കളുടെ ചോദ്യങ്ങളൊക്കെ ഞങ്ങൾക്ക് അത്രയേറെ ഇഷ്ടമാണ്, കണ്ടിരിക്കാനൊക്കെ ഒരുപാടധികം ആഗ്രഹമുണ്ട്. എന്ത് തോന്നി ഒരു അവാർഡ് നേടിയപ്പോൾ? ഏത് പുരസ്കാരവും നമ്മളെ സംബന്ധിച്ചുള്ള മുന്നോട്ടുള്ള യാത്രയിൽ പ്രചോദനമാണ്. അതിൽ കൂടുതൽ അമൃത 2 പതിറ്റാണ്ട് പിന്നിട്ടുന്ന ഒരു ടെലിവിഷൻ ജേർണലിൽ അവിടെ ഒരു ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ളൊരു പ്രോഗ്രാമിന്റെ ഉള്ളടക്കത്തിന്റെ കാര്യത്തിലാണെങ്കിലും ജേർണലിസ്റ്റിന്റെ കാര്യത്തിലും മുന്നോട്ട് പോകുന്നൊരു പ്ലാറ്റ്ഫോമാണ് അമൃതയുടെ. ഇപ്പം ലാൽ ജോസ് ചെയ്ത പ്രോഗ്രാം ആണെങ്കിലും ന്യൂസ് 10 പോലുള്ള പ്രോഗ്രാം, അങ്ങനെ തന്നെയാണ് പേര് അറിയില്ല, ആ പ്രോഗ്രാം ആണെങ്കിലും സിറ്റിസൺ ജേർണലിസ്റ്റ് പ്രോഗ്രാം ആണെങ്കിലും ഇതൊക്കെ എൻ്റെ ജേർണലിസം യാത്രയിൽ കൂടി സ്വാധീനിച്ചിട്ടുള്ളതാണ്. ഉറപ്പായും ഒരു ടെലിവിഷൻ ചാനല് അവരുടെ മത്സരത്തിന്റെ എതിർവശത്തുള്ളവരാണ് എന്ന് കണക്കാക്കാതെ ഡിജിറ്റൽ മീഡിയയിലുള്ള നല്ല മുന്നേറ്റങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു, അല്ലെങ്കിൽ അതിന് പ്രചോദനമാവുന്ന ഒരു അവാർഡ് കാറ്റഗറി ഉൾപ്പെടുത്തി ചെയ്യുന്നു എന്നുള്ളത് വലിയ കാര്യമായിട്ടാണ് കാണുന്നത്. അക്കാര്യത്തിൽ അതിന്റെ ആദ്യത്തെ പുരസ്കാര പട്ടികയിൽ ഉൾപ്പെട്ടതിൽ വലിയ സന്തോഷമുണ്ട്. സാധാരണ നമ്മൾ ഒരുപാട് സിനിമ ഇന്റർവ്യൂസ്, ഈ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ യുഗമാണ്. അപ്പോൾ ഒരു സിനിമ വരികയാണെങ്കിൽ അതിന്റെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് കുറേ ആൾക്കാർക്ക് ഇന്റർവ്യൂ ഇവർ കൊടുക്കുന്നത് നമ്മൾ കാണാം. പക്ഷെ ഇതിൽ വളരെ കുറച്ച് ആൾക്കാരുടെ ഇന്റർവ്യൂ മാത്രമേ നമുക്ക് കാണണം എന്ന് തോന്നാറുള്ളൂ. ഒരു സിനിമ റിലീസ് ആകുമ്പോൾ അല്ലെങ്കിൽ ഒരു ആക്ടറിനെ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ ഹോംവർക്ക് ഒക്കെ ചെയ്യാറുണ്ടായിരിക്കുമല്ലോ. എത്ര സമയം എടുത്ത് അവരെ പറ്റി പഠിച്ചിട്ടായിരിക്കും ഇതൊക്കെ ചെയ്യുക ഇന്റർവ്യൂ? നമ്മൾ സിനിമ തുടർച്ചയായി കാണുന്നത് കൊണ്ടും പിന്നെ ഒന്നിൽ കൂടുതൽ തവണയെങ്കിലും ഈ ഇവരുമായിട്ട് പലതരത്തിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടും വലിയ തയ്യാറെടുപ്പ് എന്നുള്ളതിനേക്കാളും നല്ല തയ്യാറെടുപ്പ് എന്നുള്ളതാണ്. ഏതെങ്കിലും തരത്തിൽ അതൊരു എന്താ പറയുക, കുറച്ചുകൂടി നമ്മൾ തന്നെ തൊട്ട് മുമ്പ് ചെയ്തൊരു ഇന്റർവ്യൂവിനേക്കാളും മെച്ചപ്പെട്ടൊരു ഇന്റർവ്യൂ ആയിരിക്കണം എന്നുള്ളത്, അവിടെ ചോദിക്കുന്ന ചോദ്യങ്ങൾ നല്ല ഉത്തരങ്ങൾക്കായിട്ടുള്ള ചോദ്യങ്ങളായിരിക്കണം എന്നുള്ളൊരു തയ്യാറെടുപ്പ് ഉണ്ടാവും. അതാണ് മെയിൻ ആയിട്ട് നമ്മൾ ചെയ്യുന്നത്. പൊതുവേ ചേട്ടൻ്റെ ഒരു ഇന്റർവ്യൂ സ്റ്റൈൽ എന്ന് പറഞ്ഞ ഒരു ചോദ്യം ഉത്തരമല്ല, അതൊരു കോൺവെർസേഷൻ രീതിയാണ് അല്ലേ? എന്ന് സംസാരിച്ച് നമുക്ക് വളരെ പരിചിതമായിട്ടുള്ള ഒരാളോട് സംസാരിച്ചിരുന്ന ചില ഇന്റർവ്യൂ എടുക്കുന്ന ആളുകളോട് നമ്മുടെ മനസ്സ് തുറന്ന് നമുക്ക് പറയാന്ന് പറയില്ലേ, അങ്ങനെ കാറ്റഗറിയിലുള്ള ഒരാളാണ്. എല്ലാവരും അങ്ങനെയാണ് പൊതുവെ പറയാറുള്ളത്. അപ്പോൾ ഈ ഒരു അവാർഡ് കിട്ടുമ്പോൾ നമുക്ക് കുറച്ചുകൂടി റെസ്പോൺസിബിലിറ്റി ഏറിയതുപോലെ തോന്നാറുണ്ടോ? ഇനിയും എൻ്റെ ഇന്റർവ്യൂ ക്വാളിറ്റി ഉള്ളതായിരിക്കണം, അങ്ങനെ ഒരു പ്രഷർ തോന്നാറുണ്ടോ? സ്വാഭാവികമായിട്ട് ഞാൻ കരുതുന്നത്, ഞാൻ ഞങ്ങളുടെ ടീമിനോടും പറയാറുണ്ട്, ക്യൂവിന്റെ ടീമിനോടും പറയാറുണ്ട്, പേഴ്സണലിയും കരുതുന്നത് വെച്ചാൽ ലോകത്തിലെ തന്നെ ഏറ്റവും ഉത്തരവാദിത്തമുള്ള ജോലിയാണ് ചെയ്യുന്നത്. അത് ഒരു പുരസ്കാരം കൂടുതൽ കിട്ടുമ്പോഴും അല്ലെങ്കിൽ ഒരു അപ്രീസിയേഷൻ കിട്ടുമ്പോഴും വിമർശനം കിട്ടുമ്പോഴൊക്കെ ആ ഉത്തരവാദിത്തം ഓരോ ദിവസവും കൂടുന്ന കാര്യമാണ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഈ ഡീപ് ഫേക്കിന്റെയും അല്ലെങ്കിൽ ഓൾട്ടേർഡ് വീഡിയോയുടെ കാര്യത്തിൽ നമ്മൾ കുറച്ചുകൂടി എല്ലാ ദിവസവും ഉത്തരവാദിത്തം കൂടുകയേ ഉള്ളൂ എന്നാണ് കരുതുന്നത്. അപ്പോൾ ഉത്തരവാദിത്തങ്ങൾ ഒരുപാടുണ്ട്, പക്ഷെ ഞങ്ങൾക്ക് ആ ഒരു പ്രതീക്ഷയുണ്ട്, താങ്കളുടെ ഇന്റർവ്യൂവിൽ ഒരു ക്വാളിറ്റി ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. അതിനെയും മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കട്ടെ. ഒരിക്കൽ കൂടി കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു സോ മച്ച്. Mr. Manish Narayanan, the most popular interviewer 2025.